കൺമുന്നിൽ നിറയെ കറുപ്പുടുത്ത പുരുഷാരമാണ്. നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ശരണമന്ത്രധ്വനികളാണ്. എന്തായാലും പൊന്നമ്പലവാസന്റെ മുൻപിൽ ആ മകരജ്യോതി തെളിയുന്നത് കാത്തിരിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ. നമുക്കൊപ്പം അതിഥികൾ തുടരുന്നുണ്ട്. ഞാൻ നേരെ ഹരി പത്തനാപുരത്തിലേക്കാണ്. ഹരിച്ചേട്ടാ, നമ്മളിപ്പോൾ ശ്രീ വിനോദ് കുമാർ സാർ വളരെ വ്യക്തമായി പറയുകയുണ്ടായി 41 ദിവസത്തെ വ്രതത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ കുറേ അമ്മമാരും അല്ലെങ്കിൽ കുറേ ഭാര്യമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്നും മണ്ഡലമായാൽ മതിയായിരുന്നു, മണ്ഡലകാലമായാൽ മതിയായിരുന്നു. കാരണം ഇവർ ഭർത്താക്കന്മാരോ മക്കളോ ഒക്കെ മാലിട്ട് കഴിഞ്ഞാൽ ഇവർ ഈ മദ്യപിച്ച് വീട്ടിൽ വരികയും ബഹളം ഉണ്ടാക്കുകയും ചെയ്തില്ല. കാരണം ആ ഒരു സമയത്ത് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. എന്തോ അയ്യപ്പന് പേടിയുണ്ട്, വിശ്വാസികൾക്ക് നല്ല പേടിയുണ്ട്. മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മദ്യപിക്കാൻ പാടില്ല, ലഹരികൾ ഉപയോഗിക്കാൻ പാടില്ല, മാന്യനായി ജീവിക്കണം, മറ്റ് മോശം ചിന്തകളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ആ ഒരു കുറച്ച് സമയം എല്ലാവരും വളരെ നീറ്റായി മുന്നോട്ട് പോകുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ ആളുകളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, എന്നും ഇങ്ങനെ ആയാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും. ഞാൻ അതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് ഞാനൊരു പഠിതാവായി കൂടി മാറുകയാണ്. വിനോദ് സാർ പറയുന്ന പല കാര്യങ്ങളും ശരിക്കും കേട്ട് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്ന ഒരുപാട് കാര്യമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോൾ തന്നെ ഒരു ശിഷ്യൻ്റെ രൂപത്തിലാണ് ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ശരിയാണ് പറഞ്ഞത്, ഈ പല വീടുകളിലും ഈ മദ്യപാനം നിർത്തുക എന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു 41 ദിവസത്തെ ഒരു വ്രതം എടുക്കുമ്പോൾ അവിടെ ഒരു ക്യാരക്ടർ രൂപീകരണം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ ക്യാരക്ടർ രൂപീകരിക്കപ്പെടണം എന്ന് നമ്മൾ കൂടി ചിന്തിക്കണം എന്നുള്ളതാണ്. ഇത്രയും ദിവസം 41 ദിവസം വ്രതം എടുക്കുന്ന ഒരാൾ ഇപ്പോൾ മദ്യപാനം എന്നുള്ളത് മാത്രമല്ല, അയാൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ശീലങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു നന്മയിലേക്കുള്ള ഒരാളായി മാറുക എന്നുള്ളത് ഈ വ്രത കാലയളവിൽ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ പലപ്പോഴും പലരും ചോദിക്കാറുള്ളൊരു കാര്യമുണ്ട്, ഈ മാലയിട്ട് വ്രതം എടുത്ത് ഞാൻ ആഹാരത്തിലുമൊക്കെ ശുദ്ധി വരുത്തിയിട്ട് തിരിച്ച് ശബരിമലയിൽ ഇറങ്ങിയാൽ ഉടനെ എനിക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കാമോ, മദ്യപിക്കാമോ എന്ന് ചോദിക്കുന്ന ബിരുദന്മാരുമുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന കാര്യമാണ്, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോടും പറയുന്നത്, നിങ്ങളൊരു വ്രതമെടുക്കുന്നതിന് മുമ്പ് തന്നെ ആ വ്രതം വീടുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട് വ്രതമെടുത്താൽ ആ വ്രതത്തിനൊരു പുണ്യമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും ഫിസിക്കലി എടുക്കുന്ന വ്രതം മാത്രം പോരാ. നമ്മൾ ഈ അഹിംസ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാനൊരു ശ്ലോകത്തിൽ വായിച്ചതാണ്. മനസാ കർമ്മണ വാച സർവഭൂതേഷു സർവദ അക്ലേശ ജനനം പ്രോക്താം അഹിംസാത്വേന യോഗിബി എന്നൊരു പദ്യമുണ്ട്. അതായത് നമ്മൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു തെറ്റ് ചെയ്യുന്നതും തെറ്റ് ചെയ്യാതിരിക്കുന്ന അവസ്ഥയെയും അഹിംസ എന്ന് പറയാമത്രേ. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് പോലും തെറ്റാകുന്നു എന്ന് നമ്മുടെ ആചാരങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നീ ഫിസിക്കലി ചെയ്യുന്നത് മാത്രമല്ല, നീ ഒരാളെ ഉപദ്രവിക്കണം എന്ന് നീ മനസ്സുകൊണ്ട് ചിന്തിച്ചാലും അത് നീ ഹിംസ ചെയ്തു എന്നാണ് അർത്ഥം. കാരണം ആ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ രാസമാറ്റങ്ങളാണോ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്നത്, അതൊക്കെ ചെയ്തു എന്നതിന് സമാനമായിട്ടുള്ള രാസമാറ്റങ്ങളാണെന്നൊക്കെ ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയോ നൂറ്റാണ്ട് മുമ്പ് നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, നിങ്ങളൊരു വ്രതമെടുക്കുമ്പോൾ, നിങ്ങൾ ആ വ്രതശുദ്ധി പാലിക്കുമ്പോൾ കേവലം ശരീരമോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്ന കാര്യങ്ങളിൽ മാത്രമോ നമ്മൾ ആ വ്രതശുദ്ധി പാലിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ മനസ്സിനെയും നമ്മൾ ശുദ്ധീകരിക്കാൻ തയ്യാറാകണം. ഈ മണ്ഡലകാലത്ത് വലിയതായിട്ട് മദ്യപിക്കുന്ന ആളുകൾ ഒരുപാട് പേർ, എനിക്കറിയാവുന്ന ആളുകൾ തന്നെയുണ്ട്. അവരൊക്കെ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് അത്തരം ശീലങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് നിൽക്കാറുണ്ട്. പക്ഷേ ആ ഉപേക്ഷിക്കുന്ന സമയത്ത് ഇത് കഴിഞ്ഞിട്ട് എപ്പം കുടിച്ചു തുടങ്ങാം എന്ന് ചിന്തിച്ചുകൊണ്ടൊരു വ്രതം എടുത്താൽ ആ വ്രതത്തിന് പോലും പുണ്യമില്ലാതാവും. അപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് പോലും നമ്മൾ ആ വ്രതത്തിലേക്ക് എത്തണം. ഈ ശബരിമലയിലേക്കുള്ള നമ്മൾ പാതകൾ പോലും, നമ്മൾ ആ ഓരോരോ ഘട്ടങ്ങൾ പോലും ചിന്തിച്ചാൽ അതിലൊക്കെ മനുഷ്യന് നന്മകൾ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ എരുമേലിയിൽ പേട്ടതുള്ളൽ പോലും ഒരു കൂട്ടായ്മയാണ്. പണ്ട് ചെറിയ സംഘങ്ങളായൊക്കെ പിരിഞ്ഞു നടത്തിയിരുന്നത് ഇപ്പോൾ ഒരു കൂട്ടായ്മയാണ്. അതിലെല്ലാവരും തമ്മിലുള്ളൊരു ഐക്യപ്പെടൽ അവിടെ വലുതായിട്ട് രൂപീകരിക്കുന്നുണ്ട്. മഹിഷാസുരമർദിനി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അയ്യപ്പനെത്തി ആഘോഷം പങ്കിട്ട സ്ഥലമായിട്ടാണ് നമ്മൾ ആ പേട്ടതുള്ളലിനെ വിശ്വസിക്കുന്നത്. അവിടുത്തെ പേട്ടതുള്ളലിൽ ഉൾപ്പെടുത്തുന്ന കളറുകൾക്ക് പോലും പ്രത്യേകതയുണ്ട് എന്ന് ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ചുവപ്പ് നിറം വീര്യത്തിൻ്റെയും ശക്തിയുടെയും ദുഷ്ടശക്തികളോടുള്ള പോരാട്ടത്തിൻ്റെയുമാണ്. അത് നല്ലവരെയല്ല, ദുഷ്ടശക്തികളോട് പോരാടണം. നമ്മുടെ ഉള്ളിലെ ചിന്തകൾ, ദുഷ്ടമായിട്ടുള്ള ചിന്തകളോട് പോലും പോരാടാനാണ് ചുവപ്പ് നിറം അവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. കറുപ്പ് നിറം എന്ന് പറയുന്നത് ത്യാഗവും അനുഷ്ഠാനവും അജ്ഞതയെ ജയിക്കലുമാണ്. നമ്മുടെ അറിവില്ലായ്മയെ ജയിക്കുക എന്നുള്ളൊരു
പ്രാർത്ഥനയാണ് അവിടുത്തെ കറുപ്പ് നിറം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. വെളുപ്പ് നിറം ശുദ്ധിയും സന്യാസഭാവവുമാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതിരിക്കലല്ല, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത്, ത്യജിക്കുക എന്നുള്ള ഒരർത്ഥത്തിലുള്ള സന്യാസഭാവമാണ്. അപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഈ വ്രതം എന്നുള്ളത് മാത്രമല്ല, ശബരിമലയിലേക്ക് പോകുന്ന ഓരോ ഘട്ടങ്ങളും, എരുമേലിയിൽ നിന്ന് തുടങ്ങി അഴുതയിൽ നിന്ന് തുടങ്ങി അങ്ങനെ വരുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെയും ഇത് പാലിക്കപ്പെടേണ്ടതാണ്. ഞാൻ അടുത്ത എൻ്റെ അവസരത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. തീർച്ചയായും. വിനോദ് സാർ, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വിവാദങ്ങൾ ശബരിമലയിലുണ്ട്, നമ്മൾ ആ വാർത്തകളൊക്കെ കൃത്യമായി കേൾക്കുന്നതാണ്. പക്ഷെ അതൊന്നും ഭക്തരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. കാരണം അയ്യപ്പൻ എന്നത് എല്ലാവർക്കും ഒരു വികാരമാണ്. അത് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ മതമില്ല, എല്ലാവർക്കും അങ്ങോട്ട് സ്വാഗതമാണ്, എല്ലാവരും അങ്ങോട്ട് ഒഴുകിയെത്തുന്നുമുണ്ട്. ഓരോ വർഷവും അങ്ങോട്ടേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുന്നു എന്നതാണ്. ഒരു വർഷം പോലും താഴോട്ട് വരുന്നില്ല, കുറയുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഓരോ വർഷവും ഇത്ര പ്രശ്നങ്ങളടക്കം നിന്നിട്ട് പോലും അതൊന്നും ബാധിക്കാതെ വീണ്ടും ഓരോ വർഷവും ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നത്, അല്ലെങ്കിൽ ഭക്തർ വിശ്വാസികൾ ഇങ്ങനെ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ. ഇതിൻ്റെ ആദ്യ ഭാഗം, താങ്കളുടെ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തിന് ഉത്തരം ശ്രീ ഹരി പത്തനാപുരം പറഞ്ഞു കഴിഞ്ഞു. കാരണം ഈ ഒരു വ്രതനിഷ്ഠയുടെ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആ ഒരു പ്രത്യേകത തന്നെയാണ്. വിവാദങ്ങൾ എന്തു തന്നെയൊക്കെയാണെങ്കിലും, നേരത്തെ നമ്മളെ റിപ്പോർട്ടർമാർ സൂചിപ്പിച്ചിട്ടുണ്ട്, 2 പ്രാവശ്യം അഗ്നിബാധയുണ്ടായിരുന്നു. പലപ്പോഴും ശബരിമല എന്ന് പറയുന്നത് വിവാദങ്ങളുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഞാനതിൽ കൂടുതൽ പോകുന്നില്ല, കാരണം കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഒരു വിഷയമാണ്, SIT അന്വേഷിക്കുന്ന വിഷയമാണ്. പക്ഷേ ഇങ്ങനെയുള്ള യാതൊരു വിവാദങ്ങളും ഒരു ഭക്തൻ എന്ന നിലയിൽ എന്നെ ബാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് എല്ലാ ഭക്തരെയും. അയ്യപ്പ ഭക്തരുടെ പ്രത്യേകതയും അതുതന്നെയാണ്. എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടായിക്കോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാനും അയ്യപ്പനും, തത്വമസിയുടെ കാര്യം ഒന്നുകൂടി എടുത്തു പറയണം, ഞാനും അയ്യപ്പനും തമ്മിലൊരു ആത്മബന്ധമാണത്. അതിൽ വല്ലതും ചെയ്തോട്ടെ, അത് നമുക്ക് പ്രശ്നമേ ഇല്ല. കാരണം എല്ലാത്തിനും നമ്മുടെ ആധുനിക രീതിയിൽ ജീവിക്കുമ്പോഴും എല്ലാത്തിനും ഒരു അതിര് നമ്മൾ വെക്കുന്നു. വിവാദങ്ങൾ ഈ അതിർത്തിക്കപ്പുറത്ത്, ഈ അതിർത്തിക്കിപ്പുറത്തേക്ക് നമ്മൾ ഒന്നിനെയും കയറ്റി വിടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എത്രത്തോളം ഈ ഒരു തീർത്ഥാടനത്തിന് ആവശ്യമുണ്ട്. മനുഷ്യരാശിയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും, മനുഷ്യ ജീവിതത്തിന് ആവശ്യമായതെന്തോ അതെന്നും നിലനിൽക്കും, അതെന്നേക്കുമായി നിലനിൽക്കും. ആവശ്യമില്ലാത്ത ഏതു കാര്യങ്ങളായും അത് നശിക്കും, എന്നേക്കുമായി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അത് നശിക്കുകയും ചെയ്യും. അപ്പോൾ ശബരിമല തീർത്ഥാടനത്തിൻ്റെ പ്രാധാന്യം, ആ വ്രതശുദ്ധിയുടെ പ്രാധാന്യം തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ ശ്രീ ഹരി സൂചിപ്പിച്ചു, ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള കാര്യവും അതുപോലെ തന്നെ മനഃശുദ്ധിയും. ഈ നമുക്ക് നമ്മുടെ ആധ്യാത്മിക രീതിയിലുള്ള ആചാര്യന്മാരിൽ നിന്ന് നമുക്ക് കിട്ടിയ ഉപദേശമനുസരിച്ച് 5 രീതിയിലുള്ള ശുദ്ധിയാണ്. ഒന്ന് ആഹാരശുദ്ധി, മനഃശുദ്ധി, ശരീരശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി. അതിലേറ്റവും പ്രധാനം മനഃശുദ്ധിയാണ്. നേരത്തെ ശ്രീ ഹരി സൂചിപ്പിച്ച പോലെ തന്നെ എന്ന് ഈ വ്രതം മുറിക്കണം, അല്ലെങ്കിൽ വ്രതം നിർത്തണം എന്നൊരു ചിന്തയോടുകൂടി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് യാതൊരു കാര്യവും ഫലവും ഉണ്ടാവുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിനെ ശുദ്ധീകരിക്കുക. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അത് തന്നെയാണ്, മനസ്സിനെ ശുദ്ധീകരിക്കുക. ഈ മനസ്സാകുന്ന ശ്രീകോവിലാണ് നമ്മൾ അയ്യപ്പനെ പ്രതിഷ്ഠിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, ഈശ്വരോ സർവഭൂതാനം ഹൃദ്ദേശ അർജുന തിഷ്ഠതി എന്ന ഗീതയിൽ അർജുനോട് പറയുന്നുണ്ട്. സകല ജീവജാലങ്ങളുടെയും മനസ്സിലാണ് ഈശ്വരനിരിക്കുന്നത്. ആ ഈശ്വരനെ നമ്മൾ പൂജിക്കുക. അതുകൊണ്ട് മനസ്സ് ശുദ്ധമായി വെക്കുക. അതുപോലെ തന്നെ ശരീരം തന്നെ ശുദ്ധമായി വെക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നൊരു വാക്യം നമുക്കുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.